ഇസ്ലാമിന്റെ നേരെ ഉയർന്നു വരുന്ന ആരോപണ വിഷയങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് അത്യാവശ്യമായി ഇന്നത്തെ കാലത്ത് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കേണ്ടത്. അവയെല്ലാം മനസ്സിലാക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അടിസ്ഥാനമായി നിലകൊള്ളുന്ന വിഷയമാണ് ഇന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. തൗഹീദ് എന്ത്, ശിർക്ക് എന്ത് എന്ന വിഷയം. പെട്ടെന്ന് ഇത്ര സമയത്ത് തുടങ്ങി ഇത്ര സമയത്തിനകം അവസാനിപ്പിക്കണം എന്ന രീതിയിൽ പറഞ്ഞാൽ തീരുന്ന വിഷയമല്ല ഇത്. സാധാരണക്കാർക്കും മുസ്ലിംമാർക്കും വിദ്യാർത്ഥികൾക്കുമെല്ലാം ഒരേപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിഷയവുമല്ല ഇത്. ഇപ്പോൾ വളരെ കൂടുതൽ മുസ്ലിം സമുദായത്തിനിടയിൽ നടക്കുന്ന ചർച്ചകളും സംവാദങ്ങളും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും വാദപ്രതിവാദങ്ങളുമെല്ലാം കേന്ദ്രീകരിച്ചു നിൽക്കുന്ന ഒരു വിഷയം എന്ന നിലയിൽ വിഷയവുമായി ബന്ധപ്പെട്ട് പലർക്കും പലതരം സംശയങ്ങൾ കാലേക്കൂട്ടി ഉണ്ടായിരിക്കും. ഓരോരുത്തരും ഓരോ സംശയം മനസ്സിൽ വെച്ച് ആ സംശയങ്ങൾ തീരണമെന്നതായിരിക്കും മിക്കവാറും ഇത്തരം ക്ലാസുകളിൽ സംബന്ധിക്കുന്നവരുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അവിഷയത്തിലൊന്നും പറഞ്ഞില്ലല്ലോ, ആ സംശയം തീർന്നില്ലല്ലോ എന്നായിരിക്കും പരിപാടി സംസാരം കഴിയുമ്പോൾ ഓരോരുത്തർക്കും തോന്നുക. കാരണം അത്രമാത്രം സംശയങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പരിസരങ്ങളിൽ കുന്നുകൂടി കിടക്കുന്നുണ്ട്. എന്നാൽ തീരെ സംശയമില്ലാത്ത വിധം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വളരെ ഉറപ്പായ രീതിയിൽ ആരു സംശയിപ്പിച്ചാലും സംശയം വരാത്ത രീതിയിൽ ഉറപ്പിക്കേണ്ട വിഷയവുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. അതുമായി ബന്ധപ്പെട്ടാണ് സംശയങ്ങൾ വളരെ കൂടുതൽ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം സമുദായത്തിലെ സാധാരണക്കാരടക്കം വിശ്വസിക്കൽ അനിവാര്യമായിരിക്കുന്ന ഭാഗം അനിവാര്യമായ രീതിയിൽ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പരിതാവസ്ഥയിലാണ് ഉള്ളത് എന്നാണ്. കാരണം തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് യാതൊരു സംശയങ്ങൾക്കും ഇടയില്ലാത്ത വിധം ആരു സംശയിപ്പിച്ചാലും ഇളക്കിയാലും ഇളകാത്ത വിധം നമ്മുടെ മനസ്സിൽ ഉറച്ചു നിൽക്കേണ്ട ആശയമാണല്ലോ, അടിസ്ഥാനപരമായ ആശയം, വിശ്വാസങ്ങളുടെ അടിക്കല്ല്, ഇസ്ലാം ദീനിന്റെ അടിസ്ഥാന ശില. ഇതില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ലല്ലോ. അങ്ങനെയുള്ള ഈ തൗഹീദാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വസിച്ചുറപ്പിക്കേണ്ട വിധം ഉറപ്പിച്ചുവോ എന്ന് സംശയം വരുന്ന മട്ടിൽ സംശയങ്ങളുടെ നൂലാമാലകൾ കൊണ്ട് കെട്ടുപിണഞ്ഞു കിടക്കുന്നതെന്നും സംശയങ്ങളുടെ കരിമുകിലുകളും കാർമേഘങ്ങളും മൂടിക്കിടക്കുന്നതെന്നും വന്നാൽ വളരെ പരിതാപകരമാണ് നമ്മുടെ അവസ്ഥ, നമ്മുടെ വിശ്വാസത്തിന്റെ അവസ്ഥ എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഇനി ഒരു ക്ലാസ്സിലോ ഒരു ചർച്ചയിലോ അവസാനിച്ചില്ലെങ്കിൽ പോലും നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട വിഷയമാണിത്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ ഇങ്ങനെ നടക്കുന്ന വിഷയമായതുകൊണ്ട് ചർച്ചകളും നമ്മൾ വിഷയം സ്പർശിക്കുകയും ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ ഉന്നയിച്ചു വിടുന്ന ആരോപണ വിഷയങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സംസാരത്തിൽ പരാമർശം വന്നാലും ആരും പ്രയാസം വിചാരിക്കരുത്. ഇത് മനസ്സിലാക്കേണ്ട രീതിയിൽ വിഷയം മനസ്സിലാക്കാൻ അവസരമുണ്ടാക്കുക, സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള വേദി ഒരുക്കുക എന്ന വളരെ സതുദ്ദേശപരമായ ലക്ഷ്യമാണ് ഇതിന്റെ സംഘാടകർക്കുള്ളത്. മറ്റൊന്നും സംഘാടകർ ഉദ്ദേശിക്കുന്നില്ല. വിശ്വാസപരമായ കാര്യങ്ങളും ഇസ്ലാമിക മൗലിക കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ സംശയങ്ങൾക്കപ്പുറം ഉറപ്പിക്കേണ്ട കാര്യങ്ങൾ ഉറപ്പിക്കാൻ പറ്റുന്ന വിധം തന്നെ തീർത്തും സംശയരഹിതമായി മനസ്സിലാക്കുക എന്നതാണ്, അതിനവസരം നൽകുക എന്നതാണ് ഇതിന്റെ പിന്നിൽ സംഘാടകർ ഉദ്ദേശിക്കുന്നത്. അവരോട് പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിഷയം അവതരിപ്പിക്കാനും ഈ ക്ലാസ് നടത്താനും ഈയുള്ളവനും തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംസാരത്തിലെ പ്രയോഗങ്ങളോ പരാമർശങ്ങളോ പെട്ടെന്ന് ആർക്കെങ്കിലും പ്രയാസമുണ്ടാക്കുന്ന വിധത്തിലായെങ്കിലും പിണങ്ങാതെ, പ്രയാസപ്പെടാതെ മനസ്സിൽ വരുന്ന സംശയങ്ങൾ
തീർക്കാൻ കൂടുതൽ സമയമൊന്നും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. അസറിന്റെ ശേഷം നമ്മൾ തുടങ്ങുന്നത് മഗ്രിബാണ്, പിന്നെ അതിന്റെ ഇടയിൽ വരുന്നതും കുറഞ്ഞ സമയമേ ഉള്ളൂ. അപ്പൊ നിശ്ചിത സമയത്ത് തന്നെ നമുക്ക് പറഞ്ഞു തീർക്കും വേണം. ചോദ്യോത്തരത്തിന് ഇൻഷാ അല്ലാഹ് പറ്റുന്ന വിധം എല്ലാ ക്ലാസ്സിലും ഒരമണിക്കൂർ സമയം ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. ആ അരമണിക്കൂർ സമയം നിഷ്പക്ഷമായി കാര്യങ്ങൾ ഗ്രഹിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെ ആളുകൾ ഇടപെടുകയും ബന്ധപ്പെടുകയും ഈ പരിപാടി ഫലപ്രദമാക്കുകയും വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് ഒരല്പം സംസാരിക്കാം. എന്താണ് തൗഹീദ്, ശിർക്ക് എന്താണ് എന്നാണ്. ഒന്നിന്റെ മറുപടി കൊണ്ട് മറ്റിന്റെ മറുപടി മനസ്സിലാവും. എന്നാലും ഒന്ന് തിരിയണമെങ്കിൽ മറ്റേത് തിരിയും വേണം. അങ്ങനെയാണല്ലോ. അങ്ങനെ ഏത് സംഭവവും അതിന്റെ നേരെ വിപരീതം ബോധ്യപ്പെടുമ്പോഴാണ് കാര്യം വിവരിക്കുക. തൗഹീദ് എന്താണെന്ന് തിരിയണമെങ്കിൽ ശിർക്ക് എന്താണെന്ന് തിരിയണം, ശിർക്ക് എന്താണെന്ന് തിരിയണമെങ്കിൽ തൗഹീദ് എന്താണെന്ന് തിരിയണം. ഇന്നു ഇവിടെയാണ് നമ്മൾ ഈ സമുദായത്തിൽ തർക്കം നടക്കുന്നത് എന്ന് വരുമ്പോൾ ഇസ്ലാമിന്റെ അടിസ്ഥാന ശിലയായിട്ടുള്ള ഈ വിഷയത്തിൽ ഈ സമുദായത്തിൽ ഇന്നും തർക്കം തീർന്നിട്ടില്ല എന്നുള്ള ഒരു ചെറിയ തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ഒരു നിലയോ മറ്റുള്ള സമുദായക്കാർക്ക് തോന്നുന്നത് വളരെ പ്രയാസകരമായ ഒരു അനുഭവമല്ലേ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ പഠിപ്പിച്ചു വരുന്നതുമല്ല ഈ ആശയം. മനുഷ്യാരംഭം മുതൽ നിലനിൽക്കുന്ന സത്യാശയങ്ങളുടെ അടിക്കൽ ഏറ്റവും പ്രധാനമായ ആശയം. ആദ്യമ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാമാണല്ലോ. ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് അള്ളാഹുവിന്റെ ഹബീബായ നബിതങ്ങൾ വരെയുള്ള സകല നബിമാരും സകല മുർസലീങ്ങളും ജനങ്ങൾക്കിടയിൽ പ്രബോധനം ചെയ്യുകയും പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരുന്ന വിഷയം. ശരീഅത്തിന്റെ പല വിഷയങ്ങളിലും പല ആചാരങ്ങളിലും പല കർമ്മങ്ങളിലും മാറ്റങ്ങളുണ്ട്. വിവിധ ശരീഅത്തുകൾ തമ്മിൽ, വിവിധ നബിമാരുടെ ഉമ്മത്തുകൾ തമ്മിൽ. നമ്മളെ നിസ്കാരമായിരിക്കില്ല മുൻപ് കാലത്തെ പൂർവ്വ സമുദായത്തിലെ നിസ്കാരം. നമ്മൾ നിസ്കരിക്കും പോലെ ഇപ്പൊ നമ്മൾ തന്നെ നിസ്കരിക്കുന്നുള്ളൂ എന്നാ ലോക ചരിത്രത്തിൽ സമൂഹങ്ങളെയും മതസമൂഹങ്ങളെയും എടുത്താൽ നമുക്ക് ബോധ്യപ്പെടാം. നമ്മുടെ നോമ്പ് പോലെ ആയിരിക്കില്ല പൂർവ്വ സമുദായങ്ങളിലെ നോമ്പ്. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ട് അതിന്റെ ചിഹ്നങ്ങളായി നിൽക്കുന്ന ആചാരത്തിൽ വരെ സമുദായങ്ങൾക്കും സമൂഹങ്ങൾക്കും മതങ്ങൾക്കുമിടയിൽ വ്യത്യാസമുണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നും ഇന്നും എന്നും വ്യത്യാസമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യാരംഭം മുതൽ പഠിപ്പിച്ചിരിക്കുന്ന ആശയമാണ് തൗഹീദ്. അതിന്റെ നേർവിപരീതമാണ് ശിർക്ക്. ഇതിലാണ് ഇപ്പോഴും നമ്മൾ തർക്കിക്കുന്നതും ശണ്ട കൂടുന്നതും വിശദീകരണ സമ്മേളനങ്ങളും ആദർശ വിശദീകരണ സമ്മേളനങ്ങളും സംവാദങ്ങളുമായി ജനകീയ വിചാരണകളും കുറ്റവിചാരണകളുമായി നമ്മൾ ഇപ്പോഴും കലഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പുറം സമുദായക്കാർ നമ്മുടെ സമുദായത്തെ എങ്ങനെയാണ് വിലയിരുത്തുക എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അടിസ്ഥാന വിഷയത്തിൽ തന്നെ അവർക്കിടയിൽ ഇപ്പോഴും തർക്കാന്ന് വന്നാൽ പരിതാപകരമല്ലേ ഈ അവസ്ഥ? അതിനാരു കാരണക്കാരായാലും അത് വിഷമകരമായൊരവസ്ഥയാണ്. പക്ഷേ സംഭവം ഇതാണ്, തീർത്താൽ തീരാത്ത തർക്കങ്ങളും പ്രയാസങ്ങളും കേൾക്കുന്നതും മുസ്ലിം സംഘടനകൾക്കിടയിൽ വളരെയധികം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഈ വിഷയം സംബന്ധിച്ച് വിഷയമാണെങ്കിലോ അള്ളാഹു പറയുന്നത് വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. വമാ അർസൽനാ, നാം അയച്ചിട്ടില്ല, മിൻ ഖബ്ലിക നബിയെ തങ്ങൾക്ക് മുൻപ്, മിർ റസൂലിൻ ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല തങ്ങൾക്ക് മുൻപ് ഇന്നുവരെ. ആദം നബി അലൈഹിസ്സലാമാണ് ഒന്നാമത്തെ നബിയും റസൂലും. ആദിമ മനുഷ്യനും ആദം നബി അലൈഹിസ്സലാം തന്നെ. ആദം നബി മുതൽക്ക് ഇന്നുവരെയും തങ്ങൾക്ക് മുൻപുള്ള ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, ആ റസൂലിലേക്ക് നാം അറിവ് നൽകിയതായിട്ടല്ലാതെ, സന്ദേശം നൽകിയതായിട്ടല്ലാതെ, അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, വസ്തുത എന്തെന്നാൽ ഞാനല്ലാതെ ഒരു ഇലാഹില്ല എന്ന്. ഞാനല്ലാതെ ഒരു ഇലാഹില്ല എന്നതാണ് പരമാർത്ഥ വസ്തുത.
ഈ വസ്തുത സന്ദേശം നൽകാതെ ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് ഫഅ്ബുദൂനി, എന്നെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുകയും എനിക്കു നിങ്ങൾ ആരാധന നടത്തുകയും വേണം.